അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഇസ്ലാമിക പണ്ഡിതൻ മരണപ്പെട്ട വേളയിൽ ഒരു അമുസ്ലിം സുഹൃത്ത് വന്നുകൊണ്ട് ആ മയ്യത്തിന്റെ അരികിൽ വെച്ച് പൊട്ടിക്കരയുന്നത് കാണുകയാണ്. എന്താണ് നിങ്ങൾ പൊട്ടിക്കരയാനുള്ള കാരണം എന്ന് അന്വേഷിച്ച സന്ദർഭത്തിൽ അയാൾ പറഞ്ഞ ആ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിനെ വല്ലാതെ ഈ ഒരു സംസാരം നടത്താൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ ഒരു ആക്സിഡന്റിൽപ്പെട്ട വേളയിൽ ഈ പണ്ഡിതൻ ആ അമുസ്ലിം സുഹൃത്തിൻ്റെ അടുത്ത് ചെല്ലുകയും മകന് വേണ്ടിയിട്ട് ദീർഘമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ കുട്ടി ആ ഒരു മരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ആക്സിഡന്റിന്റെ മൂർധന്യാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ തന്നെ കൂടുതൽ പ്രാധാന്യം നൽകാത്ത ഒരു വിഷയമാണ് നമ്മുടെ അടുത്തുള്ള രോഗികളെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. രോഗസന്ദർശനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. എപ്പോഴാണ് നമുക്കത് ബോധ്യമാവുക എന്ന് വെച്ചാൽ, നമ്മളെങ്ങാനും ഒരു രോഗിയായി കിടക്കുന്ന വേളയിൽ നമ്മെ ആരും സന്ദർശിക്കുന്നില്ല, അല്ലെങ്കിൽ സന്ദർശകരുടെ വരവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മനസ്സിനുണ്ടാക്കുന്ന ഒരു വിഷമം അല്ലെങ്കിൽ പ്രയാസം വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ആവണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി, നമ്മുടെ കാരുണ്യത്തിന് വേണ്ടി ഇറക്കപ്പെട്ട പ്രവാചകൻ അത്തരത്തിലുള്ള പ്രാർത്ഥനകളും സുന്നത്തുകളും പഠിപ്പിച്ചിരിക്കുന്നത്. ഒരു ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്, ഞാൻ രോഗിയായ സന്ദർഭത്തിൽ നീ എൻ്റെ അടുത്ത് വന്നിട്ടില്ല, നീ എന്നെ സന്ദർശിച്ചിട്ടില്ല, എന്നെ ആശ്വസിപ്പിച്ചിട്ടില്ല. അപ്പൊ അവിടെ ചോദിക്കപ്പെടുന്നുണ്ട്, അല്ലാഹു നീ എങ്ങനെ രോഗിയാവുന്നത്? ആ ഒരു ഹദീസിന്റെ അർത്ഥതലം ഇതാണ്: എൻ്റെ അടിമ രോഗിയായ സന്ദർഭത്തിൽ നീ അവിടെ വരികയോ സന്ദർശിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു വിശ്വാസി ജീവിതത്തിൽ നൽകേണ്ട ഏറ്റവും മുന്തിയ പരിഗണന രോഗസന്ദർശനത്തിനാണ്. കാരണം രോഗിയെ സന്ദർശിക്കുക എന്നുള്ളത് ആ രോഗിക്ക് നൽകുന്ന ആശ്വാസവും സന്തോഷവും വളരെ വലുതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രാവിലെയാണ് നാം ഒരു രോഗിയെ സന്ദർശിക്കുന്നത് എങ്കിൽ വൈകുന്നേരം വരെ 70,000 മലക്കുകൾ ആ രോഗിയെ സന്ദർശിച്ച വ്യക്തിക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. വൈകുന്നേരമാണ് നാം ഒരു രോഗിയെ സന്ദർശിക്കുന്നതെങ്കിൽ നേരം പുലരുന്നത് വരെ 70,000 മലക്കുകൾ രോഗസന്ദർശനം നടത്തുന്ന ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ രോഗിയെ സന്ദർശിക്കുന്നത് ആ രോഗിക്ക് നൽകുന്ന ആത്മസായുജ്യം, സന്തോഷം, സമാധാനം വളരെ വലുതാണ്. രോഗിയെ സന്ദർശിക്കുന്നത് കൊണ്ട് ബന്ധങ്ങൾ അടുക്കുന്നു, അല്ലെങ്കിൽ ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ അപ്രത്യക്ഷമാവുന്നു, സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങൾ വർദ്ധിക്കുന്നു. ഇത് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വളരെ പ്രാധാന്യമുണ്ട്. കാരണം രോഗിയെ സന്ദർശിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹബിൽ ബഅസ് വഷ്ഫി അൻത ഷാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. വളരെ മനോഹരമായിട്ടുള്ള ഈ പ്രാർത്ഥന രോഗത്തിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മോചനം ലഭിക്കാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. ഇത് രോഗിയുടെ തലയിൽ കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ആ രോഗിക്കുണ്ടാക്കുന്ന ഒരു സമാധാനം അല്ലെങ്കിൽ രോഗശമനം വളരെ വലുതാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാറില്ല. നീ ആലോചിച്ച് നോക്കൂ, മാരകമായ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ പിടിപെട്ട ഒരുപാട് രോഗികളുണ്ട്. അവരൊക്കെ ആഗ്രഹിക്കുകയാണ്, നമ്മൾ ഒന്ന് വന്നിരുന്നെങ്കിൽ, നമ്മൾ ഒന്ന് സംസാരിച്ചിരുന്നെങ്കിൽ, നമ്മൾ ഒന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ. കാരണം പലപ്പോഴും പിശാച് ഒരു രോഗിയെ നിരാശയുടെ പടുകുഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഈ സന്ദർഭത്തിൽ ലാ തഖ്നുതു മിൻ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല എന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു സ്ട്രോക്ക്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് സന്തോഷിക്കാനുള്ള ഒരു പ്രതീക്ഷ, അതാണ് നമ്മുടെ സന്ദർശനത്തിൽ കൂടി
സന്ദർശനത്തിൽ കൂടി ഒരു രോഗിക്ക് ലഭിക്കുന്നത്. അതുപോലെ രോഗിയെ സന്ദർശിക്കുമ്പോൾ സഹോദരങ്ങളെ, നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് ഓർക്കാൻ സാധിക്കുന്നു. ഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹ, അല്ലേ? അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നിങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താൻ പരിശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് ഖുർആൻ പറയുന്നു. അതുകൊണ്ട് ഒരു രോഗിയെ സന്ദർശിക്കുന്ന വേളയിൽ നാം അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ 2 അനുഗ്രഹങ്ങൾ, ഒന്ന് ആരോഗ്യമാണ്, മറ്റൊന്ന് ഒഴിവ് സമയമാണ്. ഈ ആരോഗ്യത്തിന് നമ്മൾ കാണിക്കുന്ന നന്ദിയാണ് രോഗി സന്ദർശനം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ രോഗിയോട് പ്രതീക്ഷ നൽകുന്ന നല്ല വാക്കുകളാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പുറത്ത് ഒരാൾ ക്യാൻസർ ബാധിച്ചു മരിച്ചു, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് മരിച്ചു, ഇങ്ങനെയുള്ള മനസ്സിന് ഭീതി ഉണ്ടാക്കുന്ന, ബേജാറുണ്ടാക്കുന്ന സംസാരങ്ങൾ ഒരിക്കലും നമ്മൾ രോഗിയോട് നടത്താൻ പാടില്ല. രണ്ടാമത്തെ സംഗതി, രോഗിക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അപ്പൊ ആ പ്രാർത്ഥന എന്നുള്ളത് അറബി ഭാഷയിൽ തന്നെ ആവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ അറബി ഭാഷയിൽ നമുക്ക് ആ പ്രാർത്ഥന അറിയില്ല എങ്കിൽ മലയാളത്തിൽ ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക. മൂന്നാമത്തെ കാര്യം, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു സഹവാസം രോഗിയുമായി നമ്മൾ നടത്തരുത്. പ്രത്യേകിച്ച് പ്രാർത്ഥന നടത്തി ആശ്വാസ വചനങ്ങൾ നൽകി എത്രയും പെട്ടെന്ന് ആ വീട്ടിൽ നിന്ന് പോരാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നാലാമത്തെ കാര്യം, അവർക്ക് പ്രത്യേകിച്ച് വല്ല ആവശ്യങ്ങളുമുണ്ടോ? നിങ്ങൾ അവിടെ വീട്ടിലെത്തി അവർക്ക് പ്രാഥമികമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കൂടുതൽ പുണ്യം കരസ്ഥമാക്കാൻ രോഗിയെ സന്ദർശിക്കാൻ ഇന്ന് നാം തീരുമാനമെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മോർണിംഗ് മ്യൂസിങ്സിൽ നിങ്ങളോട് പറയാനുള്ളത്.